गाइस वेलकम बैक टू आवर चैनल। तो हम आ गए हैं आदू के प्री क्लाइमेक्स सीन के साथ और बहुत जबरदस्त मूवी चल रही है। बेचारे डूड के साथ कितना गलत हुआ यार, लिटरली उसको वो ट्रक के ऊपर खड़ा था, उसको पता ही नहीं लगा और यार वो और वैसे भी उनको पीठ दर्द की दवाई मिली है। तो देखते हैं कि पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। മുതലാളി സക്സസ് അല്ല സേവർ സാറേ, വരുന്ന വഴിക്ക് തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ ഈ കമ്മട്ട് അടിച്ചുകൊണ്ട് പോകുന്നവരാരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓഹോ, അവരായിരുന്നു മണ്ടന്മാർ. വല്ല പാണ്ടിലോറിയിലും കയറി കോയമ്പത്തൂർ വല്ല എത്തിക്കാണും. നമുക്ക് നമ്മുടെ കമ്മട്ടം കിട്ടിയല്ലോ. അതെ അതെ. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്ന എവിടെയോ? ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കകത്തെങ്ങാനും കാണും. വേദനയ്ക്ക് ശമനം ഉണ്ടാവും. എന്തോന്നാടാ ഇത്? ഇതാണോ മരുന്ന്? ഇതെന്തോന്നു? ഷാജിയേട്ടാ കൊണ്ടുപോടാ അത്. ഷാജിയേട്ടാ ദേ നോക്കി ഒന്ന് നോക്കട്ടെ, അങ്ങ് തേച്ചോ. അല്ല ഷാജിയേട്ടാ ഇത് നോക്കി. ലോകമാണോ? എടാ ഇതെല്ലാം കൂടി അരച്ചിട്ടേ നടുവിന് പറ്റാനോ? അല്ല ഷാജിയേട്ടാ, ഇതേതോ പുരാവസ്ഥ തോന്നുന്നു. ഇതേ നോക്കി, ഏതോ മഹാരാജാവിന്റെ പടം. ഇതിന്റെ പടം അപ്പൊ അതിനകത്ത് 500 എഴുതേക്കണം. മിക്കവാറും 500 വർഷം പഴക്കമുള്ളായിരിക്കും. ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവ് വെച്ചിട്ട് വെൽഡ് ചെയ്യാനുള്ള നെഞ്ചത്ത് വെച്ച് വെൽഡ് ചെയ്യണം. ഷാജിയേട്ടാ ആ ഫക്രൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടുകയല്ല, എല്ലാം കൂടി റേച്ചിൽ വെച്ചിട്ട് 15,000 രൂപ തുറച്ചപ്പോ ഷാജിയേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. अरे यार जोड़ो तो एक बार 500 का नहीं जोड़ की वो है ऊपर से ये रहेगा. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ? നല്ല ഐഡിയ. എന്താ പറഞ്ഞത്? തള്ളേനെ തട്ടിക്കൊണ്ടുവരാന്ന്. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാവാൻ. സാറേ എന്താ വരുന്നേ? പാപ്പന്റെ ചേട്ടന്റെ മോളാ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? അത് കറക്റ്റാ സേവിയർ സാറേ. പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാലേ ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. സോമ, ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്നറിയും. എടേ കൊച്ച്, അത് ഈ ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്കൊന്ന് ജേപ്പി കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. എന്താ കേട്ടില്ലേ? സാത്താൻ സേവറാണ് വണ്ടിയിൽ. നീ എത്ര ഒച്ച വെച്ചാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് നിനക്ക് മാനക്കാണ്. അപ്പൊ എങ്ങനെ തന്നെ കയറോ? वो तो इसकी बहन है ना. എന്നാ शज्जी. ये क्या लिखा है इसमें? कराटे की, इसको कराटे खिलाती होगी. ओ मुंह तोड़ दिया भाई. जोड़ इसको भाई. शुक्र है 500 का नोट है ये नया. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ ഏതായാലും 500 നില കാണുന്നേ. ഒരു പൂജ്യം കൂടി കൂട്ടി 5000. അയ്യോ നടക്കുകയല്ലേക്ക് കാര്യം ചെയ്യാം. കൊടുക്കുന്നില്ല വീട്ടിൽ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയരുത്. ഏതായാലും ഷാജും കൂട്ടർ ഇതുവരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട. ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ 16,000. 1 ലക്ഷം രൂപ. ആ അതെ,
ആ 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു പൂജം കൂടി ടൈം എന്നാ പിന്നെ 2-3 പൂജ്യം കൂടി അങ്ങനെ ഇടുന്നേ. അതെ, പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയം. ആണോ? അതിനെന്താ 50,000 ഇപ്പൊ തന്നെ 3-4 പൂജയല്ലേ? 50,000 കുഴപ്പമില്ലല്ലോ. തീർച്ചയായും 50,000. अरे കുടിക്ക്. बुद्धू मनी मिनट आओ. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കി അച്ഛൻ എന്നാ ചെയ്യും പാപ്പ? അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. അല്ല, ഇവന്റെ കിഡ്നി വിൽക്കാലോ. എന്റെയോ? അങ്ങനെയല്ലേ പറ. അതൊക്കെ എപ്പോഴാ പോയടാ. ഈ 15,000 രൂപ സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 രൂപ തന്നെ. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ലതും ആണെങ്കിലും നോക്കിയാലോ. ഷാജിയേട്ടാ, അത് പുരാവസ്തു തന്നെ, എനിക്ക് टिक ഉറപ്പാണ്. नहीं है वो ഞാൻ എത്ര लोग വലിയ നോക്കിയിട്ടുണ്ട്. ആ മഠത്തെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്ഥനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. भाई. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ കയ്യിൽ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. अरे यार. ലോനപ്പാ, ഓല് പോയി കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യൽ വണ്ടിയാണ് स्पेशल व्हीकल. വിട്ടടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കോയമ്പത്തൂർ എത്തണം. അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ ये അബ്ദുള്ള. इसको पता है, इसको सही പടച്ചോനെ, में पता लग പിന്നെ गया ഈ 500 പാവപ്പെട്ട का नोट आ കള്ളക്കാരൻ ഈ गया. ഭാര്യ കോരി തരുന്നുണ്ടല്ലോ അനുഗ്രഹം. അല്ലാ, भाई तो क्लिक कर रहा है. पीछे पुलिस वाला भी है. यार उसको फोन करेंगे और इस पुलिस वाले को भी फोन करेंगे. എനിക്കും തോന്നി സാർ, നീ ഇന്ന് കുറെ കാര്യങ്ങൾ इसकी फोटो भी तो आई थी ശ്രദ്ധിച്ചു ना നിന്നാ उसके നിന്നെ ഞാൻ पीछे. വേറെ ഷമീറാക്കും. वो पुलिस ने तो देख ली. ആശാൻ देखा, मेरे को पता था. സസ്പെൻഷൻ सस्पेंशन लेटर. ओ मेरे को पता था. ആശാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സമയം മാറിയോ? അതുകൊണ്ടാണ് ആ. വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഫോട്ടോയിൽ കയറി നിൽക്കാൻ തോന്നി. ഇനി വെച്ചടിക്ക് ദേ ആശാൻ എനിക്ക് മാപ്പ് താൻ. കോപ്പ് തന്നടാ. എവിടെടാ കമ്മട്ടിപ്പാടം? കമ്മട്ടിപ്പാടോ? ഞാനിപ്പോ അയച്ചു തന്ന ഫോട്ടോയിൽ ആ കമ്മട്ടിപ്പാടം കൈമാറുമ്പോ നീ നെളിഞ്ഞു एक्सचेंज हो गया वो. हाँ. കേന്ദ്ര ഇന്റലിജൻസ് അയച്ചു തന്ന ഫോട്ടോയാണത്. സാർ, ഞാൻ ഒരക്ഷരം മിണ്ടി പോരുത്. ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് ആ സാധനം കടത്തിയവരെ വൈകുന്നേരത്തിനകം പിടിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. കളിച്ച് കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നതാ റാസ്കൽ. എന്താണ് ഈ കമ്മട്ടിപ്പാടം? അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ? അതെങ്ങനെയാണ് പെട്ടി കൊണ്ടുപോകുന്നത്? ഏത് പെട്ടി? ഈ തൊട്ടി പാപ്പന്റെ ഇരിക്കുന്ന ഈ പെട്ടി. അത് ചിലപ്പോ ഫിലിം പെട്ടിയായിരിക്കും. കർത്താവേ, ആശുപത്രി ആയിരിക്കൂടാ ബില്ല് കൊടുക്കാൻ വല്ലത്. ഹലോ. എടാ കള്ള രാജ്യദ്രോഹി പാപ്പ, നീ യാർ, കളിച്ച് കളിച്ച് ഇന്റർനാഷണൽ അതോലോകം അല്ലടാ. അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചപ്പോ പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട്ട് അടിക്കുമല്ലേടാ? അത് മാറിന്റെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത്. കള്ളനോട്ടോ? മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം इन्होंने तो नोट पहले കമ്മട്ടവുമായിട്ട് കീഴടങ്ങി. എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലിന്നും പറഞ്ഞ് മേടിച്ചത് കമ്മട്ടായിരുന്നു റവേ. ഹലോ, അവൻ ഫോൺ ഓഫ് ചെയ്തു. स्विच ऑफ कर दिया अपना फोन. സാർ, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. यार थप्पड़ लो. എന്നാടാ ഇങ്ങനെ കരയുന്നെ? എന്റെ ഫോണാണ്. കർത്താവേ, ഇനി എന്തൊക്കെ പുലി ഷാജിയേട്ടാ, ആ? നമ്മള് നമ്മളാ? यार ये भी तो है पीछे. കർത്താവ് ഇതെന്നെ രാജ്യദ്രോഹി എന്നൊക്കെ. പാപ്പ, നമ്മളിത്ര ഇവിടെ കർത്താവേ, നമ്മളെ പോലീസ് പിടിക്കുന്നു. വണ്ടി എടുക്ക് പാപ്പ. क्या नाम था? 50,000 ഒന്നും നമ്മളെ പറ്റിച്ച് അവൻ എടുക്കുന്ന കമ്മട്ടം നമ്മൾ തിരിച്ചു പഠിക്കണം. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലയോ? നിനക്ക് എന്തോ ഒരു അപ്പം കടലക്കറി മേടിച്ചാ നട ये पहलुंडाया क्या होने नाम है इसका? अब्दुल. കളിച്ചോണ്ടിരുന്നമാരല്ലേ? और उसमें किसका नाम है? കണ്ണടച്ചു इसका इन തുറക്കുമ്പോഴത്തേനല്ലേ लोगों का. ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച. കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ शाजी. സംസ്ഥാന സർക്കാരിനെ ആക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹികളെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. बेचारे. ലോനപ്പാ, ആ ലൈറ്റും കൂടി താങ്ങി स्पेशल ചവിട്ടിക്കോ. व्हीकल देखना അങ്ങനെ सर. ആവുമ്പോ ആർക്കും ഡൗട്ട് അടിക്കൂല. एम्बुलेंस से स्पेशल. ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. और इनसे क्रॉस होके जाएगी स्पेशल व्हीकल. ओ यार दिमाग लगाओ अपना. मुड़ेंगे. എടാ, ആംബുലൻസിൽ പോയത് ഇരുമ്പ് ആണല്ലോ പാപ്പ. ഇങ്ങനെയാണെങ്കിൽ തഞ്ഞു പോയി. അല്ല ഷാജിയേട്ടാ, ഇനിയിപ്പോ ഇരുമ്പ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ആംബുലൻസിൽ മുങ്ങിയതാണെങ്കിലും. വണ്ടി തിരിച്ച് ചേസ് ഉറപ്പാ. शुक्र है. मत स्पेयर करो, छोड़ना मत.
दूर എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ലോറിയുടെ പുറത്തോണ്ടേ കെട്ടി. ആ ഡ്രൈവർക്ക് നല്ല മനസ്സ് തോന്നി ഇറക്കി വിട്ടതുകൊണ്ട് ഭാഗ്യം. പിന്നെ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നെ കഴുതകൾ. ഇനി ഒന്നും നോക്കണ്ട, അവരെ കണ്ട ഇങ്ങനെ വെടിവെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകളെ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. सही बात है. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്? സാർ യെസ്. ഒരു സംശയം. യെസ് ടെൽ മീ. ആസ്ക് മീ. സംശയം എന്നും നല്ലതാണ്. Doubts are ഈ always തൃശ്ശൂർ good. പൂരത്തിന് യെസ്. അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ 3 ആനെ കൊണ്ട് നടത്തിയ കച്ചവടം നടക്കൂ? भाई मार खाया. भाई लो जी. പൊറോട്ട എടുക്കണ അങ്ങനെയല്ല, അല്ല മുട്ട പൊട്ടിയും പഞ്ചസാര ഇടങ്ങില്ല, ഇങ്ങനെ ഇങ്ങനെ കഴിക്കണം. പഴയ പൊറോട്ട ബാങ്ക് इधर से एम्बुलेंस आ गई. ओ यार. ലോലപ്പാ, ये എന്താണ് तो बहुत खतरनाक हो വണ്ടി गया. നിർത്തിയേ? അയ്യോ ഇത് രോഗികളെ Patient के लिए കല്യാണത്തിന് പോകുന്ന ആന്റിമാരെ നീ കരുതലോളാ. टाटा. ലോലപ്പാ, ഇതാരാട്ടാ? എന്താ ഇതൊക്കെ? अबे उसने अब्दुल्ला एक डूड वही और पीछे है इनके ये. ओ डूड की आंखें भी आ गई. ആരാണ്? എന്താണ് മാണ്ട മാണ്ടേ? അതെന്താണ്? തരൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന്? ആ डब्बा छुपा रहा. अब तो डूड पैसे होगा मेरे को चाहिए. എടാ, ചവിട്ടി വിട്. अब रात मार के देखते हैं. ഇറങ്ങിപ്പോടാ. അല്ലാ, പടച്ചോനെ, കാത്തോളണേ. എടാ ഇത് മറ്റേ വെടിവെപ്പാരനല്ലോടാ. ഓ ബ്ലഡി ഗ്രാമവാസീസ്. गवासी. गवासी. പടച്ചോനെ. അപ്പൊ നമ്മുടെ സാധനം മേടിക്കാം. ഇത് സത്യല്ലേ? ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരൻ തനിക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താന്നല്ലയോ? ഇതാണ് തന്റെ മുഹബത്തിന്റെ കാശ്. ഞങ്ങളുടെ സാധനം എടുക്കും. എല്ലാം പോയി മക്കളെ, എല്ലാം കൊണ്ടായി. അത് ആംബുലൻസിന്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാ. എടാ ഷാജി, ഞാനും വരാം. നമുക്ക് ഒന്ന് ഈ സാധനത്തിൽ അങ്ങോട്ട് കളയടാ. ഇതിപ്പോ എന്താ കല്ല് ഒഴിവാക്കാം. കൊണ്ടുവാ. ഏയ്, അല്ലോ. അല്ലോ. പടച്ചോനെ, നമ്മള് കമ്മട്ടം പോയല്ലോ. 50,000 भी गए. ആഹാ, എനിക്കില്ലേ പിന്നെ ആർക്കും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. पुलिस को कर दिया फोन. അൽപായസായി പോയല്ലോ എന്റെ തുപ്പി. കൂടെ കുറെ മണ്ടന്മാരും. ഞാൻ എന്ത് ചെയ്യും? എന്റെ തുപ്പി. क्यों रो रहा है? നീ എന്തിനാണ് കരയുന്നത്? എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ചെയ്യില്ല. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഒറ്റ ഇടിക്ക്. अब्दुल्ला ने कर दिया फोन. ട്രൂ കോളർ. ഇരുമ്പ് അബ്ദുള്ള. किरण अब्दुल्ला. ഇതേത് മരണം? എസ് ഐ ഷമീർ. ഇതൊരു അനാനിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയാ മതി. ഗോവിന്ദ സർ, ഇനി വണ്ടിയാണ്. ഓക്കെ സർ. ഇതിന്റെ ഇടയ്ക്ക് കയറി കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ച് ഇങ്ങ് വരുമല്ലോ. വണ്ടി വിടുവാപ്പാ. तो भाई अब होने എടാ वाले ആംബുലൻസാ. पुलिस ഇനി വിട്ടുപോയി എല്ലാം കൂടെ അതിനകത്ത് പോകേണ്ട വരും. വണ്ടി നിർത്തിക്കേ. എന്നാടാ ഉള്ള വിട്ടുന്നു പറിച്ചു കളയും കേട്ടോ ഞാൻ. My sweetheart, my sweetheart. Come on boys, drive fast. दूर कुछ आ गया. अरे ആരാടാ പാപ്പന്റെ വേണ്ടി കോട്ടം വെച്ചത്? ഇറങ്ങി അടിവാപ്പാ. एक हाथ वाला ഉതുപ്പ് നമ്മളെ പുതപ്പിച്ച് കടത്തു ഷാജിട്ടാ. ഷാജി പാപ്പനെ ഇറങ്ങി വേടാ.
അത് നമ്മളാ ചെയ്തെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? इसकी फोटो आ रखी है തിരിച്ചു सारी വന്നില്ല, न्यूज़पेपर ബോഡി में വീട്ടിലെത്തിക്കണം. റീത്ത് പറയട്ടെ പാപ്പാ. ഇതെന്നെ ഉതുപ്പച്ചായ, കൊള്ളക്കാരെ പോലെ പള്ളിയിലേക്കാണോ? മറ്റേ ആ സംഭവത്തിന് ശേഷം പ്രതിവർഷം പൊതിരെ തല്ലി. അങ്ങനെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി കുറച്ചു ദിവസം ജയിലിലിട്ടു. മാത്രമല്ല എന്റെ ബിഗ് അവന്മാര് കത്തിച്ചളഞ്ഞു. അവിടെ കിളിവാതിൽ പോകും. നീ സ്റ്റെല്ലയോട് പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. ദാണ്ടേ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ ये എവിടെ तो वही है ചോദിച്ചു हाँ वही पॉलिटिशियन ഇതെന്നാ അത്? സ്റ്റെല്ലയ്ക്ക് കൊടുക്കണം. टीला को देना ഉതുപ്പച്ചാന്റെ കുഴലോ ड्रम स्टिक ആ കൊടുക്കാം കൊടുക്കാം. എല്ലാരും കയറിയട്ടെ. यार क्यों आ गया बीच में ड्रम स्टिक देने കേരളത്തിന്റെ പ്രായമുണ്ടെന്നോ? സ്റ്റെല്ലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാ. നമുക്ക് ടച്ചിങ് ചാറ്റ് എടുക്കാം. मुरम्मन चीज की तरह दिस इज सो क्रेजी. अब सारे एक डूड के पीछे पड़े हैं क्योंकि डूड अब मनी मिंट ले गया है उससे भी, अब्दुल्ला से. तो लाइक इट्स सो मतलब क्यूरियोसिटी हो रही है कि अब देखते हैं कि जो शज्जी है वो पकड़ पाएगा या पुलिस पहले पहुंच जाएगी या फिर जेवियर आ जाएगा. कुछ नहीं पता. सीरियसली यार बहुत फनी होने वाला है यार. अब होने वाला है डूड और शज्जी. मेरे को लग रहा है जेवियर भी आ ही जाएगा और पुलिस तो पीछे पहुंच गई. तो यार बहुत फनी होने वाला. और देखते हैं मनी मिंट का क्या होगा, वो 500 रुपया के नोट का. और इससे पता लगे मोदी जी छाप ही देना है. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पर नहीं तो सब्सक्राइब. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है. अगर फॉलो करना चाहते हो तो कर सकते हो. बाय.